കർത്താവ് നിങ്ങളെല്ലാവരെയും ആമേൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യം, ജോൺ ചാപ്റ്റർ 1:12. യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്ത് നമുക്ക് 2 കൂട്ടം ആളുകളെ കാണാൻ സാധിക്കും. ഒരു കൂട്ടം ആളുകൾ ജീവിക്കുന്നവർ, ഒരു കൂട്ടം ആളുകൾ വാഴുന്നവർ. ആമേൻ. ഒരു കൂട്ടം ആളുകൾ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടവർ, ഒരു കൂട്ടം ആളുകൾ നിയന്ത്രിക്കുന്നവർ. ഹല്ലേലൂയ. അപ്പൊ 2 കൂട്ടരെ കാണാൻ സാധിക്കും. ഒന്ന് ഹല്ലേലൂയ വാഴുന്നവർ, 2 ജീവിക്കുന്നവർ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും താല്പര്യമുള്ള കാര്യം ജീവിക്കാനാണ്, അല്ലേ? നമ്മളെ ജോലി ചെയ്യുന്ന എന്തിനാ? ജീവിക്കാൻ. ഭക്ഷണം കഴിക്കുന്ന എന്തിനാ? ജീവിക്കാൻ. ആമേൻ. കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്തിനാ? ജീവിക്കാൻ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാ ജീവിക്കുക. ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ജീവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അന്നുള്ള ജീവിത സാഹചര്യത്തിനൊത്ത് എല്ലാവരും കൂടുന്ന പോലെ കഴിഞ്ഞുകൂടി പോകുന്ന അവസ്ഥയുടെ പേരാ ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജീവിക്കുമ്പോൾ ഉള്ള കാര്യം എന്താ? ജീവിതത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മളെ നിയന്ത്രിക്കും. ജീവിതത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ജീവിക്കുമ്പോൾ ജീവിതത്തിലെ സകല സാഹചര്യങ്ങളും നമ്മളെ സ്വാധീനിക്കും. ജീവിക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്നാൽ വാഴുമ്പോൾ ജീവിതമല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അധികാരം നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. ആമേൻ. ഇത് 2 ഡിഫറൻ്റ് ആണ്. അതായത് ഇന്ന് ഈ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ ഒരു കായിക രംഗത്ത് ഒരു കളി, ഒരു ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ, വോളിബോൾ, എന്തെന്ന് എല്ലാവരും കളിക്കുന്നത് പോലെ കളിക്കാനായിട്ട് ഏത് കളിക്കാരനും പറ്റും. പക്ഷെ വ്യത്യസ്തമായി കളിക്കാൻ സാധിക്കുന്നവന് മാത്രമേ ശ്രദ്ധിക്കപ്പെടാനും ആമേൻ അതിനകത്തൊരു മാറ്റം ഉണ്ടാക്കാനും സാധിക്കും. ഏത് ബിസിനസ്സിലാകട്ടെ, ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളിലും എല്ലാ സാഹചര്യങ്ങളും ഒഴുക്കിനൊത്ത് നീന്തുന്നിടത്തല്ല ഒരുവൻ ശ്രദ്ധിക്കപ്പെടുന്നതും അവന്റെ ജീവിത ലക്ഷ്യത്തിലെത്തുന്നത്. അവൻ എപ്പോഴാണോ ഹല്ലേലൂയ അവൻ്റെതായ ഉത്തരവാദിത്വം മനസ്സിലാക്കുന്നത്, അവിടുന്നാണ് അവന്റെ ജീവിതത്തിൽ ജയം തുടങ്ങുന്നത്. ആമേൻ. നമ്മൾ അത് പഠിക്കുന്ന കുഞ്ഞുങ്ങളാകട്ടെ, ഒരു ഭർത്താവോ ഭാര്യയോ കുഞ്ഞുങ്ങളോ ജോലിക്കാരനോ ഈവൻ ഒരു ഡ്രൈവറോ ഒരു ക്ലീനിങ് തൊഴിലാളി ആകട്ടെ, ആരുമാണെങ്കിലും എപ്പോഴാണോ അവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കുന്നത്, അവരുടെ സ്പെഷ്യാലിറ്റി മനസ്സിലാക്കുന്നത്, അവരുടെ കോളിംഗ് മനസ്സിലാക്കുന്നത്, അവരുടെ വ്യത്യസ്തത മനസ്സിലാക്കുന്നത്, അവിടെയാണ് ജീവിതത്തിനകത്ത് വാഴ്ച ആരംഭിക്കുന്നത്. ആമേൻ. ഇവിടെ വചനം പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ അധികാരം ലഭിച്ചു. Hallelujah. But as many as received him, to them gave the power to become a son of God. ദൈവമക്കളാക്കി എന്നല്ല പറയുന്നത്, ദൈവമക്കളാകാനുള്ള അധികാരം. ആമേൻ. ഹല്ലേലൂയ. എന്താണ് ദൈവമക്കളാകാനുള്ള അധികാരം? അധികാരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് പലർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാ. ഈ ഡ്രൈവിംഗ് ലൈസൻസ് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് എനിക്കിപ്പോൾ ഉച്ച കഴിഞ്ഞ് 2 സ്ഥലത്ത് നമുക്ക് വർഷിപ്പിന് പോകണം. അവിടെ ഇവിടുന്ന് എൻ്റെ കയ്യിൽ ലൈസൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് ഒരിക്കലും ഇവിടെ എത്താൻ പറ്റത്തില്ല. എനിക്കൊരു വണ്ടി ഉള്ളത് കൊണ്ട് എനിക്ക് ഒരിക്കലും ഇവിടെ എത്താൻ പറ്റത്തില്ല. അത് എത്തണമെങ്കിൽ ലൈസൻസ് വേണം, വണ്ടി വേണം, ഓടിക്കാനുള്ളൊരു മനോഭാവം വേണം. ഞാൻ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എന്തില്ല, ഞാൻ യാത്ര ചെയ്യുന്നു എന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഉത്തരവാദിത്വം എന്നത്, ഞാൻ ഒരു കാര്യത്തെ തീരുമാനിക്കും, ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്, ഞാൻ മൂവ് ചെയ്യുന്നത്, എൻ്റെ വിളിയിൽ ഞാൻ എത്തുന്നത്. ഇതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്നല്ല, സാധാരണ മനുഷ്യന്റെ ജീവിതം ഇതുപോലെ തന്നെയാണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവരുടെയും കൂടെ, എല്ലാറ്റിൻ്റെയും കൂടെ യാത്ര ചെയ്യാം, അതേ സമയത്ത് നമുക്ക് ഡ്രൈവ് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, നാവ് ഒരു വലിയ തീയാണ്.
എന്നിട്ട് ഒരു സ്ഥലത്ത് പറയുകയാണ്, നാവ് എന്താണ്? വലിയ നങ്കൂരമാണ്. അത് ഹല്ലേലൂയ, കപ്പലിനെ ഒരു ചെറിയ നങ്കൂരം കൊണ്ട് നിയന്ത്രിക്കുന്ന പോലെ നാവ് കൊണ്ട് എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുക. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമായിട്ട് നമുക്ക് ജീവിക്കുകയും ചെയ്യാം, നിയന്ത്രിക്കുന്നവരായിട്ട് ജീവിക്കുകയും ചെയ്യാം. ചോയ്സ് നമ്മുടെയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വായിക്കാം ഹല്ലേലൂയ, Proverbs chapter 18 verse 21, സദൃശവാക്യം chapter 18 verse 21. Proverbs 18:21. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. Hallelujah. ജീവൻ, death and life are in the power of tongue, and they that love it shall eat the fruit thereof. Hallelujah. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുക. ലൈഫ് ആൻഡ് ഡെത്ത്, ആമേൻ, hallelujah, in the power of the tongue. ജീവനും മരണവും എവിടെ ഇരിക്കുന്ന? നാവിന്റെ അധികാരത്തിൽ. ജീവനും മരണവും എവിടെ ഇരിക്കുന്ന? നാവിന്റെ അധികാരത്തിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം എന്ത് ലഭിച്ചു? അധികാരം. ജീവനും മരണം എവിടെ ഇരിക്കുന്നത്? നാവിന്റെ അധികാരത്തിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളാകാനുള്ള അധികാരം എവിടെ ഇരിക്കുന്നത്? നാവിൽ. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യത്തിൽ പറഞ്ഞത്, അവനെ യേശുവിനെ ക്രിസ്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്നിട്ട് അടുത്ത് പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കണം, വായ കൊണ്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഒന്ന് ഫെയ്ത്ത് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കൺഫെഷൻ. ഹല്ലേലൂയ. ഒന്നാമത്തത് വിശ്വാസമാണ്, രണ്ട് ആമേൻ എന്താണ്? കൺഫെഷൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വാസം ഉണ്ടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യരുത്, പറയാൻ. വിശ്വാസം ഉണ്ടായിട്ട് പറയാന്ന് വിചാരിക്കരുത്, പറയുമ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തെ കേൾക്കുവാനും പറയാനുമുള്ള ധൈര്യം നമുക്കുണ്ടാവണം. അതായത് ഒരു വ്യക്തി എത്രത്തോളം വചനത്തെ പഠിച്ചു, വചനത്തെ മനസ്സിലാക്കി, അതുകൊണ്ട് പിശാചിനൊരു ഭയവുമില്ല. പക്ഷെ എപ്പോഴാണോ അവൻ അധികാരത്തെ അവന്റെ പദവിയിൽ നിന്നുകൊണ്ട് അധികാരത്തെ എക്സസൈസ് ചെയ്യുന്നത്, അവിടെയാണ് പിശാച് പരാജയപ്പെടുന്നത്. അപ്പൊ അവിടെ അതുകൊണ്ട് രണ്ട് കാര്യം, ഫെയ്ത്തും വിശ്വസിക്കുക, ഏറ്റുപറയുക. എന്ത് ചെയ്യണം? വിശ്വസിക്കണം, ഏറ്റുപറയണം. വിശ്വസിക്കണം, ഏറ്റുപറയണം. വിശ്വസിക്കണം, ഏറ്റുപറയണം. നീതിക്കായി വിശ്വസിക്കുക, രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയുക. ആമേൻ. നീതിക്കായിട്ട് വിശ്വസിക്കുക, രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയുക. അപ്പോ ഹല്ലേലൂയ, ഇവിടെ അധികാരം എന്താ? നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് അർത്ഥം മനസ്സിലാക്കാനായിട്ട്. തെറ്റ് ചെയ്ത ഒരു വ്യക്തിക്കും ക്ഷമ കിട്ടുന്നു. ക്ഷമ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ പാപം അവിടെ ഉണ്ട്, തെറ്റ് അവിടെ ഉണ്ട്, കുറവ് അവിടെ ഉണ്ട്. പക്ഷെ ക്ഷമിച്ച ആളുടെ വലിയ മനസ്സുകൊണ്ട് ക്ഷമിച്ചു, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. അവൻ തെറ്റ് ചെയ്തിട്ട് പോലും തെറ്റ് ചെയ്യാത്തവനെ പോലെ കൺസിഡർ ചെയ്തുകൊണ്ട് അവനെ ഫ്രീ ആക്കുന്ന അവസ്ഥയുടെ പേരാണ് നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. അപ്പൊ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എന്താണ്? നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവനെ പോലാകുക. ആരെ പോലാകുക? പാപം ഇല്ലാത്തവനെ പോലെയായി. അപ്പോ വിശ്വസിച്ചപ്പോൾ നമ്മൾ ആരായിട്ട് മാറി? പാപമില്ലാത്ത നീതീകരിക്കപ്പെട്ടവനെ പോലെയായി. ആമേൻ, ഹല്ലേലൂയ. ആരായിട്ട് മാറി? പാപമില്ലാതെ നീതീകരിക്കപ്പെട്ട വ്യക്തിയെ പോലായി. പാപമില്ലാതെ നീതീകരിക്കപ്പെട്ട വ്യക്തിയെ പോലായി. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ചിന്തിച്ചു നോക്കിക്കേ, ഒരു വ്യക്തി MBBS പഠിച്ചു, സർട്ടിഫിക്കറ്റ് കൈ കിട്ടി. ഇല്ലെങ്കിൽ IAS കിട്ടി, IPS പഠിച്ചു, സർട്ടിഫിക്കറ്റ് കൈ കിട്ടി. ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയത് കൊണ്ട് അദ്ദേഹത്തിന് ഹല്ലേലൂയ, ആമേൻ, സമൂഹത്തിലോ സാഹചര്യത്തിലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ എപ്പോഴാണോ അദ്ദേഹം ഹല്ലേലൂയ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ കിട്ടിയ സർട്ടിഫിക്കറ്റിനൊത്ത് ഒന്ന് ആക്ട് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് പഠനം അദ്ദേഹത്തിന് പ്രയോജനകരമാകുന്നത്.
ഇതുപോലെ തന്നെയാണ് യേശുവിൽ വിശ്വസിച്ചവരായ നിങ്ങളും ഞാനും. എപ്പോഴാണോ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിലൂടെ എൻ്റെ പാപം കഴുകപ്പെട്ടു, ഞാൻ നീതീകരിക്കപ്പെട്ടു എന്ന് നിങ്ങളുടെ അകത്ത് വിശ്വസിക്കുന്നതിനെ ഏറ്റുപറയുന്നത്, അപ്പോഴാണ് ഹല്ലേലൂയ നിങ്ങൾ വിശ്വസിച്ചത് ആക്ടിവേറ്റ് ആകുന്നത്. ആമേൻ, ഹല്ലേലൂയ. ചില നാളുകൾക്ക് മുമ്പ് എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. ഒരു സ്ഥലത്ത് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി, വലിയൊരു പ്രശ്നം ഉണ്ടായി, 100 കണക്കിന് ആളുകൾ മരിച്ചു. 100 കണക്കിന് ആളുകൾ. നമ്മുടെ ഇന്ത്യയിൽ നടന്നൊരു കാര്യം ചില മാസങ്ങൾക്കും. അപ്പോ എന്നോട് ഒരാൾ ചോദിച്ച ആളാ, ഈ ദൈവം അങ്ങനെ ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾ വളരെ അതിനകത്ത് മരിച്ചല്ലോ, ദൈവം എവിടെ ആയിരുന്നു? ഇവിടെ ഞാനൊരു കാര്യം പറയാം. ദൈവം എന്ന് ഇടപെടുന്നത് ഹല്ലേലൂയ ആമേൻ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ തീ ഇറക്കി, ആമേൻ അവിടെ എന്താ പറയുന്നത്, ഭൂമി പിളർന്ന് വിരിങ്ങി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നോക്കിക്കേ. പുതിയ നിയമത്തിൽ ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ഉയരത്തിൽ നിന്നല്ല താഴേക്ക് അധികാരം വരുന്നത്, താഴെ നിന്നാണ് മുകളിലേക്ക് അധികാരം പോകേണ്ടത്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഇന്ന് ദേശത്ത് വാഴുന്നത്, ഹല്ലേലൂയ സാഹചര്യങ്ങളെ വാഴുന്നത് ഉയരത്തിൽ വസിക്കുന്ന ദൈവമല്ല, നിങ്ങളിൽ വസിക്കുന്ന ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ ഹല്ലേലൂയ ദൈവത്തെ അവിടെ ഇവിടെ അല്ല കാണേണ്ടത്, അതിനെ നിയന്ത്രിച്ച ആളില്ലേ അയാളുടെ അകത്ത് ദൈവം ഉണ്ടായിരുന്നു. ആമേൻ, എന്തോ ചില ഇൻസ്ട്രക്ഷൻസ് വേണ്ട പോലെ ആമേൻ ഹല്ലേലൂയ ചെവി കൊടുക്കാതിരുന്നുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തോ ചില നമ്മൾ അത് പിന്നീട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുമാകട്ടെ ഹല്ലേലൂയ ഞാൻ പറയാം, ആമേൻ ഇന്ന് സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന, ആമേൻ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട്, ആമേൻ Revelation chapter 5 verse 10. Revelation chapter 5 verse 10. Revelation chapter 5 verse 10. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു. Romans chapter 5 verse 17. Romans chapter 5 verse 17. Romans chapter 5 verse 17. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏക നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഹല്ലേലൂയ. അപ്പൊ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ ഇവിടെ ജീവൻ നമ്മുടെ ജീവിത സാഹചര്യത്തിനകത്ത് ഹല്ലേലൂയ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് 2 കാര്യം പ്രദർശിപ്പിക്കാനായിട്ടാണ്. ഒന്ന്, ദൈവം ആരാണ്, അതായത് ദൈവത്തെ പിതാവാക്കി നമുക്ക് കാണിച്ചു തരാനായിട്ട്, ദൈവത്തെ പിതാവാക്കി കാണിച്ചു തരാനായിട്ട്. ദൈവത്തെ ദൈവമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ദൈവത്തെ പിതാവായിട്ട് കാണിച്ചു തന്നു. ആമേൻ, ദൈവത്തെ പിതാവായിട്ട് കാണിച്ചു തന്നു. അപ്പൊ ദൈവത്തെ പിതാവായിട്ട് കാണിച്ചു തന്നപ്പോ ശബത്ത് ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ജോലി ചെയ്യാൻ പാടില്ല. ശബത്ത് ദിവസം എന്ത് ചെയ്യാൻ പാടില്ല? ജോലി ചെയ്യാൻ പാടില്ല. കിടക്കെടുത്ത് നടക്കാൻ പാടില്ല, മുഖം കഴുകാൻ പാടില്ല, അല്ലേ? കൂനിയായിരുന്നാലും ഇതൊന്നും നടക്കരുത്. ശബത്ത് ദിവസം ഒരു പണിയും ചെയ്യരുതെന്ന് നിയമം. പക്ഷേ ശബത്തിൽ പണി ചെയ്യാത്തവനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്ന ദൈവത്തിന്റെ നിയമം. 38 വർഷം കുളക്കരയിൽ ഇതുവരെ കിടക്ക അനക്കിട്ടില്ലാത്തവനെ കൊണ്ട് കിടക്ക എടുത്ത് നടപ്പിക്കുന്നതാ ശബത്ത്, യേശുവിന്റെ ശബത്ത്. ആമേൻ. ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്ന് നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ? ഇന്നുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്തത് നമ്മളെ കൊണ്ട് ചെയ്തെടുക്കാനായിട്ടാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിത യാത്രയിൽ നിങ്ങൾക്കൊരു ജോലി തരും ദൈവം, അത് നിലനിൽക്കാനായിട്ടാ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് ആരോഗ്യം തരും, അത് നിലനിൽക്കാനായിട്ടാ. നിങ്ങൾക്ക് കുടുംബം തരും, അത് നിലനിൽക്കാനായിട്ടാ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് പണം തരും, അത് ജീവിതത്തിൽ നിലനിൽക്കാനായിട്ടാ. അപ്പൊ ഹല്ലേലൂയ. എന്ന് ഞാനൊരു കാര്യം പറയാം, നിങ്ങളെ നിലനിർത്തുന്ന ഇതൊന്നുമല്ല, നിങ്ങളെ നിലനിർത്തുന്ന നിങ്ങളെ അയച്ച കർത്താവാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും ഹല്ലേലൂയ വാഴുവാനായിട്ട്, ആ സാഹചര്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ആമേൻ നിങ്ങളുടെ അകത്ത് തന്നെ there is power in you. Amen. Hallelujah. There is power in you to overcome all your present or future or past, amen, memories or problem or challenge and whatever you have. I mean, you have power to conquer everything. നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള power that is in you. That is in you. That is in you. That is in you. Hallelujah. Amen. നമ്മള് ഇപ്പോ ഇന്നത്തെ കാലത്ത് പലതരത്തിലെ മെഡിക്കൽ സയൻസുകൾ, മെഡിക്കൽ ട്രീറ്റ്മെന്റ് രീതികൾ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
എന്നാൽ അങ്ങനെ ഡിഫറെന്റ് മെഡിക്കേഷൻ ഡെവലപ്ഡ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഒരു പ്രധാനപ്പെട്ടൊരു ഒരു കാര്യം ഇതിനകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയുന്നറിയോ? നിങ്ങൾക്ക് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്തെടുക്കാം? സപ്ലിമെന്റ്സ് എടുക്കാം. ആ സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ യു ക്യാൻ ഹാവ് നിങ്ങളുടെ ബോഡി ബാലൻസ്ഡ് ആകുന്നവരെ നിങ്ങൾക്ക് ആ സപ്ലിമെന്റ്സ് എടുക്കാം. ആ സപ്ലിമെന്റ് എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് അല്പ ലെവലാകും. എന്നാൽ വേറൊരു ലെവലിൽ പറയുന്ന ഒരു കാര്യം എന്താ? നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴെല്ലാം ഇഫ് യു ആർ ട്രസ്റ്റ് ഇൻ സപ്ലിമെന്റ്സ് ഇൻ ഓൾ യുവർ ഡെഫിഷ്യൻസീസ് യു വിൽ ബി അഡിക്റ്റഡ് ടു ദാറ്റ്. നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴെല്ലാം സപ്ലിമെന്റ്സിനെ ട്രസ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അതിന് അടിമകളായിട്ട് മാറും. എന്നാൽ ഇഫ് യു ഡെവലപ്പ് യുവർസെൽഫ് എ ബോഡി to maintain all the vitamins and minerals through your lifestyle, that is the best treatment for you ever. അപ്പോ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് വെല്ലുവിളികൾ വരുമ്പോ ഞാൻ ഒരു കാര്യം പറയാം. ചുറ്റുപാടുകളിലേക്ക് നോക്കരുത്, അകത്ത് നോക്കിയിട്ട് പറയണം, ലോകത്തിലുള്ളവനേക്കാൾ എന്റെ അകത്തിരിക്കുന്നവൻ വലിയവനാ. എന്റെ സാഹചര്യങ്ങളെല്ലാം എതിരാണ്, എന്റെ സാഹചര്യമെല്ലാം പ്രതികൂലമാണ്, എന്റെ സാഹചര്യങ്ങളിൽ ഒരിടത്തും എനിക്ക് കൈനീട്ടാൻ ഒരു സാധ്യതയില്ല, എന്റെ സാഹചര്യത്തിൽ ഒരിടത്തും എനിക്ക് നോക്കി ചിരിക്കാൻ ഒരു സാഹചര്യമില്ല. But I know one thing, who he is in me, he is greater than who he is in the world. ലോകത്തിലുള്ള അവനേക്കാൾ എന്റെ അകത്തൊരുവൻ ഇരിപ്പുണ്ട്, എന്റെ അകത്തൊരുവൻ ഇരിപ്പുണ്ട്. ലോകത്തിൽ എന്നെ എതിർക്കുന്ന എന്തിനേക്കാൾ, തളർത്തുന്ന എന്തിനേക്കാൾ, നിരാശപ്പെടുത്തുന്ന എന്തിനേക്കാൾ, മടുപ്പിച്ച് കളയുന്ന എന്തിനേക്കാൾ എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അധികാരം, ഒരു ശക്തി is in me. Hallelujah. ആമേൻ. ഇവിടെ പറയുന്നത് ജീവനിൽ വാഴും. ആരാന്നറിയാമോ? ആമേൻ. ഏകന്റെ ലംഘനത്താൽ മരണമേ ഭൂമിയിൽ വാണതുപോലെ അവരുടെ കൃപയുടെ നീതിദാനത്തിന് സമൃദ്ധി ലഭിച്ചവർ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ആമേൻ ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഹല്ലേലൂയ. ജീവനിൽ വാഴും, ജീവനിൽ വാഴും, ജീവനിൽ വാഴും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഓരോ ദിവസവും നമ്മൾ തിരിച്ചറിയണം, ഹല്ലേലൂയ, എന്നെ കർത്താവ് നിർത്തിയിരിക്കുന്നത് ജീവിതത്തിനകത്ത് എന്റെ ജനനം മുതൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എത്ര ദിവസമുണ്ടോ അത്രയും ദിവസത്തെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പവർ, അത്രയും ദിവസത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, അതിനുള്ള അധികാരം, അതിനുള്ള കൃപ, അതിന്റെ മഹത്വം, അതിന്റെ ശക്തി, അതിനുള്ള അധികാരം, അതിന്റെ ജ്ഞാനം, അതിന്റെ പവർ, അതിന്റെ ബോൾഡ്നെസ് എന്റെ അകത്ത് കർത്താവ് ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതെന്റെ അകത്തിട്ടിട്ടുണ്ട്, അതിന്റെ അകത്തിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. Psalms chapter 8 verse 2. സങ്കീർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യം. സങ്കീർത്തനം 8:2. ഹല്ലേലൂയ. ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. ബലം എന്താണ്? അവർ വായിൽ എന്താ നിയമിച്ചിരിക്കുന്നത്? ബലം. ഹല്ലേലൂയ. എന്ത് നിയമിച്ചിരിക്കുന്നു? ബലം. ഹല്ലേലൂയ. ആരുടെ വായിലാണ്? ശിശുക്കള്. ആമേൻ. ഹല്ലേലൂയ. പറയാൻ അറിയത്തില്ല, ഹല്ലേലൂയ, ആമേൻ, സംസാരിക്കാൻ അറിയത്തില്ല, ബുദ്ധിയോടെ സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷെ വചനം പറയുന്നത് വൈരിയെയും ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എവിടെയാ ബലം ഇരിക്കുന്ന അറിയാമോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ വായിൽ ബലമിരിക്കുക, നമ്മുടെ നാവിൽ ബലമിരിക്കുക. നമ്മൾ വാക്കുകൾ പറയുമ്പോൾ സാഹചര്യങ്ങൾ മാറുവാനുള്ള ആമേൻ ഹല്ലേലൂയ പവർ നമ്മുടെ അകത്ത് ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ എന്തുമാകട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ പ്രസന്റ് സിറ്റുവേഷൻ എന്തുമാകട്ടെ, ഹല്ലേലൂയ, അതിനെ പണിയാനുള്ള അധികാരം നമ്മുടെ നാവിൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ പറയുന്നത് ഹല്ലേലൂയ, നീ അവരെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 5:10 പറയുന്നത് നീ അവരെ വിലയ്ക്ക് വാങ്ങി, അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു. ഹല്ലേലൂയ. അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു. അവരെന്ത് ചെയ്യുന്നു? ഭൂമിയിൽ ജീവിക്കുന്നു എന്നല്ല, അവർ ഭൂമിയിൽ വാഴുന്നു. ഹല്ലേലൂയ. അവർ ഭൂമിയിൽ ജീവിക്കുന്നു എന്നല്ല, അവർ ഭൂമിയിൽ വാഴുന്നു. ഹല്ലേലൂയ. അവർ ഭൂമിയിൽ ജീവിക്കുന്നു എന്നല്ല, അവർ ഭൂമിയിൽ വാഴുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രണ്ട് ലൈഫ് സ്റ്റൈൽ നമുക്ക് തിരഞ്ഞെടുക്കാം, ജീവിക്കാം. രണ്ട് വാഴാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് ഹല്ലേലൂയ, ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രം നിങ്ങളെ അറിഞ്ഞ് ജീവിച്ചു, ജനിച്ചു, മരിച്ചു. നിങ്ങൾ മാത്രം നിങ്ങളെ അറിഞ്ഞ്, ജീവിച്ചു, ജനിച്ചു, മരിച്ചു. എന്നാൽ വാഴുക എന്ന് പറഞ്ഞാൽ അന്നല്ല. എങ്ങനെയല്ല? ഹല്ലേലൂയ. അവിടെ നിങ്ങൾ ഹല്ലേലൂയ ജനിച്ചു, ഹല്ലേലൂയ ജീവിച്ചു, ഹല്ലേലൂയ വാണു, നിയന്ത്രിച്ചു, നിലനിൽക്കും.
ആമേൻ. ആമേൻ. ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്വാതന്ത്ര്യ സമരകാലത്ത് അധ്വാനിച്ച് വലിയ പടവെട്ടിയ ആയിരക്കണക്കിന് ആളുകളുണ്ട്. എന്നാൽ ചിലരുടെ പേര് ഇന്നും പറയപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നും അവർ ജീവിക്കുക എന്ന് പറഞ്ഞ ഹല്ലേലൂയ ശരീരം കൊണ്ടല്ല, അവരുടെ ആശയങ്ങൾ കൊണ്ട്, അവർ ചെയ്ത ചില പ്രവൃത്തികൾ കൊണ്ട്, അവരുടെ തീരുമാനങ്ങൾ കൊണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ എപ്പോഴാണോ നമ്മുടെ ശരീരം ഹല്ലേലൂയ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത്, ജീവൻ നഷ്ടപ്പെടുന്നത്, അന്നുകൊണ്ട് തീരുന്ന ഒരു വിളിയല്ല നമ്മുടെ അകത്ത് കിടക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ജനിച്ചത് ജീവിച്ച് മരിക്കാനായിട്ടല്ല, ജീവിക്കുവാനും വാഴുവാനും നിലനിൽക്കുവാനുമായിട്ട്. ഇവിടെ വചനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: നീതിദാനത്തിന് സമൃദ്ധി ലഭിച്ചവർ ജീവനിൽ വാഴുന്നു. അവർ ജീവനിൽ വാഴുന്നു. അവർ ജീവനിൽ എന്ത് ചെയ്യുന്നു? വാഴുന്നു. റോമർ 5:17 പറയുക, അവർ ജീവനിൽ വാഴുന്നു. അവരെന്ത് ചെയ്യുന്നു? ജീവനിൽ വാഴുന്നു. ജീവിക്കുന്നവരല്ല, ജീവനിൽ വാഴുന്നവരാണ്. ജീവനിൽ വാഴുന്നവരാ, ജീവനിൽ വാഴുന്നവരാ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അവിടെയാണ് ഹല്ലേലൂയ സദൃശവാക്യം 18:21 ഇമ്പോർട്ടൻസ്. ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുക. നിന്റെ അകത്ത് നിന്റെ സാഹചര്യങ്ങളെ ഭേദിക്കാൻ, നിന്നെ ഒറ്റപ്പെടുത്തുന്ന, നിന്നെ തളർത്തിക്കളയുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, ഹല്ലേലൂയ ആമേൻ, നിന്നെ രോഗിയാക്കുന്ന, ഹല്ലേലൂയ ആമേൻ, നിനക്ക് ഹല്ലേലൂയ ആമേൻ, നിന്റെ അകത്ത് ഒരു പ്രതീക്ഷയും ഇല്ലാതാക്കുന്ന, മുന്നോട്ട് പോകാൻ കഴിയാതെ നിന്നെ നിരാശപ്പെടുത്തുന്ന നൂറുകണക്കിന് കാര്യങ്ങൾ നിന്റെ ചുറ്റുപാടുകളിൽ കണ്ടേക്കാം. പക്ഷെ നീ അകത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കിയ നിന്റെ അകത്തൊരു കാര്യം മനസ്സിലാകാൻ കഴിയും: ജീവന്റെ സമൃദ്ധി നിന്റെ അകത്ത്, ദൈവത്തിന്റെ സമൃദ്ധി നിന്റെ അകത്ത് വന്നത് ജീവനിൽ വാഴാനായിട്ടാണ്. ഹല്ലേലൂയ. ജീവനിൽ വാഴാനായിട്ടാ, ജീവനിൽ വാഴാനായിട്ടാ. ആമേൻ. ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമിന്റെ പിതാവ് മരിച്ചുപോയി. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമിന്റെ ജ്യേഷ്ഠ സഹോദരൻ മരിച്ചുപോയി. ജ്യേഷ്ഠ സഹോദരൻ മരിച്ച അബ്രഹാമിന്, ആമേൻ, അപ്പൻ മരിച്ചുപോയി അബ്രഹാമിന്, മരിച്ചുപോയി അബ്രഹാമിന്റെ കാര്യം, പിതാവിന്റെ കാര്യം ഓർത്ത് ജീവിതത്തെ തള്ളി നിൽക്കുക. പക്ഷേ അബ്രഹാം ഒരു കാര്യം തീരുമാനിച്ചില്ല: എന്റെ മേലൊരു വിളി കിടപ്പുണ്ട്, ലോകത്തിന് അനുഗ്രഹമാകാനായിട്ട്. എന്റെ മേലൊരു വിളി കിടപ്പുണ്ട്, ഹല്ലേലൂയ, എന്റെ പേര് വലുതാക്കാനായിട്ട്. എന്റെ മേലൊരു വിളി കിടപ്പുണ്ട്, ഹല്ലേലൂയ, വർദ്ധിക്കാനായിട്ട്. എനിക്ക് ഒരു കാര്യം അറിയാം: ഇവിടെ ഒതുങ്ങി തീരാനല്ല, ഹാരാൻ എന്റെ എൻഡ് അല്ല. ഹല്ലേലൂയ, എനിക്ക് വാഗ്ദത്ത ദേശത്തോളം ഒരു യാത്രയുണ്ട്. അത് അവൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. യോസേഫിന്റെ ജീവിതത്തിൽ അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങൾ ആരും കൂടെയില്ല, ഒറ്റപ്പെട്ട അടിമയായിട്ട് കിടക്കുക. യോസേഫ് ഒരു കാര്യം തീരുമാനിച്ചു: ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ ഈ ദേശത്ത് വന്നത്, ഈ അടിമയായിട്ട് നാട്ടിൽ കിടക്കുന്നത്, അപ്പനില്ല, അമ്മയില്ല, ആമേൻ, സഹോദരങ്ങൾ ആരും, കൂടപ്പറപ്പുകൾ ആരും എന്റെ കൂടില്ല, ഞാൻ ഇവിടെ അടിമയാ. എനിക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാം: ഇവിടെ ഞാൻ വന്നത്, ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഈ ഹല്ലേലൂയ പോത്തിഫറിന്റെ വീട് കൊണ്ട് പണി തീർക്കാനല്ല, കാരാഗ്രഹം കൊണ്ട് ജീവിതം തീർക്കാനല്ല. ഞാൻ ഈ ദേശത്തേക്ക് വന്നത് ഞാനൊരു സ്വപ്നം കണ്ടതാ. എന്റെ മേലൊരു ദർശനം കിടപ്പുണ്ട്, എന്റെ മേലൊരു വിളി കിടപ്പുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയാം: ജീവിതത്തിനകത്ത് ജോലിയിലെ സ്ട്രെസ്, ബിസിനസ്സിലെ സ്ട്രെസ്, വ്യക്തിപരമായ ജീവിതത്തിലെ സ്ട്രെസ്സുകൾ, കുടുംബ ജീവിതത്തിലെ സ്ട്രെസ്സുകൾ, എവിടെങ്കിലും ജീവിതത്തിനകത്ത് ആമേൻ നിന്നെ ഞെരുക്കുന്ന, തകർക്കുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ കിടപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് പറയാ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാ, ഹല്ലേലൂയ, നിന്നെ കർത്താവ് ആക്കി വെച്ചത് ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം കൊണ്ട് തീരാനല്ല. ഇതിനതീതമായി ഒരു വിളി നിന്റെ മേൽ കിടപ്പുണ്ട്. യേശുവിനെ ക്രൂശിൽ മരിക്കാൻ ഏൽപ്പിച്ചു തന്നപ്പോൾ പുനരുത്ഥാനം ചെയ്ത കർത്താവ് ഇന്നും ജീവിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ അകത്തൊരു ദർശനം ഇട്ടവൻ, നിന്റെ അകത്തൊരു വിളിയിട്ടവൻ, അതിനെ നിവർത്തിപ്പാൻ, അതിനെ നിന്റെ ജീവിതത്തിൽ അതിനെ അതുപോലെ നിവർത്തിച്ചെടുപ്പാൻ നിന്റെ മേൽ അധികാരം തന്ന്, നിന്റെ മേൽ കൃപ തന്ന്, നിന്റെ മേൽ അഭിഷേകം തന്ന് വിളിച്ചത് അതിനാന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം: നീ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനല്ല, നീ വാഴാൻ വിളിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. വാഴാൻ വിളിക്കപ്പെട്ടവനാണ്, വാഴാൻ വിളിക്കപ്പെട്ടവനാ. എസ്തറിന്റെ അമ്മയും അപ്പനും മരിച്ചുപോയി. ഹല്ലേലൂയ. എസ്തറിന്റെ അമ്മയും അപ്പനും മരിച്ചുപോയി. വേണമെങ്കിൽ അവരുടെ ജീവിതം കരഞ്ഞു തീർക്കാം. അവൾ രാജാവിന് മുമ്പിലേക്ക് ചെന്നപ്പോ കരഞ്ഞുകൊണ്ടല്ല പോയത്, അവൾ ഒരുങ്ങി അങ്ങോട്ട് ചെന്നു. ആമേൻ. അവൾ ഒരു കാര്യം പറഞ്ഞു: ഞാൻ ഈ വിദേശത്ത് വന്നിരിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, ജീവിക്കാനല്ല വാഴാനായിട്ടാ. ജീവിക്കാനല്ല വാഴാനായിട്ടാ. ഹല്ലേലൂയ. ആമേൻ. ജീവിക്കാനല്ല വാഴാനായിട്ടാ. ഹല്ലേലൂയ. രൂത്ത്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അപ്പത്തിന്റെ പട്ടണത്തിലേക്ക് മടങ്ങി വന്നപ്പോ ഹല്ലേലൂയ അവളുടെ ജീവിതത്തിൽ ഒരു വിധവ എന്ന നിലയിലെ മടങ്ങി വന്ന് അവൾ തീരുമാനിച്ചില്ല: ഞാൻ ഇവിടെ വന്നത് കരഞ്ഞ് വിലപിച്ച് തീരാനല്ല, ഈ ദേശത്ത് വാഴാനായിട്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ബോവസിന്റെ സ്ഥലത്തിന് മുഴുവൻ ഉടമയായിട്ട് അവളെ ദൈവം മാറ്റിയെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് തകർച്ചകളും പരാജയങ്ങളും നിന്റെ ജീവിതത്തിൽ നീ കടന്നുപോയി കാണും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം: ഈ സാഹചര്യത്തിൽ ദൈവത്തിനൊരു ഹല്ലേലൂയ അൺഎക്സ്പെക്ടഡ് അല്ല. നമുക്കാരത് പലതും അൺഎക്സ്പെക്ടഡ്, ബട്ട് ഗോഡ് ഹല്ലേലൂയ knew everything, ആമേൻ, before the beginning. ഹല്ലേലൂയ.
അവൻ എല്ലാം അറിയാവുന്നവൻ. അവൻ നിന്റെ അകത്തൊരു വിത്തിട്ടിട്ടുണ്ട്, നിന്റെ അകത്തൊരു ജീവൻ ഇട്ടിട്ടുണ്ട്. നിന്നെ എഴുന്നേൽപ്പിക്കാൻ, നിന്നെ ഉപയോഗിക്കാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്നെ മാനിക്കുവാൻ, നിന്നെ ശക്തീകരിക്കുവാൻ നിന്റെ അകത്തൊരു പവർ. That is not to, hallelujah, live, but to reign over. Hallelujah. സാഹചര്യങ്ങളിൽ hallelujah, amen, hallelujah, amen, hallelujah, തളർന്നു കിടക്കാനല്ല, എഴുന്നേറ്റ് വാഴാനായിട്ട് നിന്റെ മേലൊരു വിളിയുണ്ട്. Amen. Hallelujah. നിന്റെ മേലൊരു വിളി കിടപ്പുണ്ട്. Hallelujah. Amen. Praise God. Hallelujah. Amen. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. Luke chapter 10 verse 19. Luke chapter 10 verse 19. Hallelujah. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല. Hallelujah. Behold, I give unto you power to tread on serpents and scorpions and over all the power of the enemy, and nothing shall by any means hurt you. ഒന്നും നിനക്ക് ദോഷം വരുത്തത്തില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതായത് ഹല്ലേലൂയ, അവിടെ നമുക്കറിയാം ഹല്ലേലൂയ, ഇവിടെ ആമേൻ, ഇത് ഈ കർത്താവ് പറഞ്ഞ സാഹചര്യം ആ ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞൊരു വാക്യമാണ്. ആ ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ കാലത്ത് ഹല്ലേലൂയ, ഇത് രണ്ടും ഏറ്റവും പവർഫുൾ പോയിസണസ് ബീസ്റ്റ് ആയിരുന്നു, അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കർത്താവ് പറയുന്നത് ഹല്ലേലൂയ, അവിടെ പാമ്പ്, തേള്, അതിന്റെ ആക്ഷനോ രീതിയോ ഇതിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. പറയുന്ന ഒരു കാര്യം ഇതാണ്: മനുഷ്യൻ ഹല്ലേലൂയ മറഞ്ഞിരുന്ന് ആക്രമിക്കുന്ന, ആമേൻ, പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ലെങ്കിലും, ഇത് ഹല്ലേലൂയ കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഈ പാമ്പിനെ ഒരാളെ കടിക്കാനായിട്ട് പ്രത്യേക വൈരാഗ്യമൊന്നും വേണമെന്നൊന്നുമില്ല. ആരും പേര് നേരത്തെ ഒന്നും എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. എടാ, എൻ്റെ ഇന്നാളെ ഉപദ്രവിച്ച് അതുകൊണ്ട് പോകുന്ന വഴിക്കൊന്നും തട്ടിയേക്കണം എന്ന് പാമ്പിന് ആരും പ്രത്യേകിച്ച് അഡ്രസ്സ് ഒന്നും എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. കിട്ടുന്നവരെ കൊത്തിയിട്ട് പുള്ളിയുടെ വഴിക്ക് പോകും. പിന്നെ പുള്ളിയെ കുറിച്ച് പറയുന്നവരുണ്ട്, പുള്ളിക്ക് ഇങ്ങനെ മനസ്സിങ്ങനെ ദേഷ്യം വെച്ചൊരിക്കും കിട്ടിയാൽ എവിടെയെങ്കിലും തട്ടുമെന്നൊക്കെ നമുക്കറിയത്തില്ല. അപ്പൊ ഈ പാമ്പിനെ സംബന്ധിച്ചൊന്നും കിട്ടുന്നവനെ തട്ടും. അവന് പ്രത്യേകിച്ച് ആരെയും നോക്കത്തില്ല. അത് നോക്കുമ്പോഴത്തേനും സായിപ്പ അതുകൊണ്ട് വേണ്ട, ഇല്ലെങ്കിൽ ഇന്ത്യക്കാരനാണ്, അങ്ങനൊന്നുമില്ല. പുള്ളിക്കാരൻ ആരെ കിട്ടിയാലും അത് ഏത് സാഹചര്യത്തിലും അത് ഇപ്പൊ ഈ ഒരു ഇമോഷനും ഇല്ലാതെ ഇടപെടുന്ന ഒരു സംഭവമാണ് ഇതിനുണ്ട്. ഒരു ഇമോഷനും ഇല്ല, ആരെ വേണമെങ്കിലും കയറി തൊട്ട് കളയും. പക്ഷെ ഇവിടെ കർത്താവ് പറയുക, നിന്റെ അടുത്ത് മനസാക്ഷി ഇല്ലാതെ പെരുമാറുന്ന ഫലം കാണും, നിന്റെ സാഹചര്യം അറിയാതെ കയറി വരുന്നത് ഫലം കാണും. നമുക്കറിയാമല്ലോ, നമ്മളൊരു പ്രത്യേകിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ ബൈക്ക് ഇടിച്ച് താഴെ കിടക്കുമ്പോൾ ആരും ചെന്ന് ചോദിക്കത്തില്ല, എടാ ഈ ബൈക്ക് ഏത് മോഡലാണ്. എത്രയും പെട്ടെന്ന് അവനെ എന്ത് ചെയ്യാൻ നോക്കും? ഈ ബൈക്കിന്റെ മോഡൽ അറിഞ്ഞിട്ട് ഇതുപോലത്തെ പുതിയ വണ്ടി മേടിക്കാനായിട്ട്, ഇത് വണ്ടി വിൽക്കുന്നു അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എഴുന്നേക്കാൻ മേലാതെ കിടക്കുന്നവരൊന്ന് കൊടുക്കാൻ നോക്കും ആ കാലത്ത്. അപ്പൊ ഈ ബൈക്ക് ഇടിച്ച് കിടക്കുന്നിടത്ത് എന്താ ചെയ്യേണ്ടത്? അവനെ. അപ്പൊ ഈ ഇമോഷൻസ് ഇല്ലാതെ ഈ പാമ്പിനെ തേളുകൾ ഒരു ഇമോഷനും ഇല്ല. നിന്റെ സാഹചര്യം അറിഞ്ഞു, നിന്റെ അവസ്ഥ അറിഞ്ഞു, നിന്നോട് സിമ്പതി ഒന്നും കാണിക്കത്തില്ല. പിശാച് നിന്റെ ജീവിതത്തിന് ഒരു സിമ്പതിയോ ഒരു ഇൻഫർമേഷനോ ഒരിതില്ലാതെ നിന്റെ ജീവിതത്തിൽ കയറി വരും. പക്ഷേ കർത്താവ് പറയാം, ആ സാഹചര്യത്തെ ചവിട്ടി അതിന്റെ നടുവിൽ നിന്ന് ഹല്ലേലൂയ, ഇല്ല, ഇതും എന്റെ പരാജയമല്ല, ഇതും എന്റെ തകർച്ചയല്ല, ഇതെന്റെ എൻഡല്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ വന്നവനല്ല, വാഴാൻ വന്നവനാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ജനിച്ചവനല്ല, ഞാൻ വാഴാനായിട്ട് ജനിച്ചവനാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് വന്നവനല്ല, വാഴാനായി വന്നവനാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഹല്ലേലൂയ, ആമേൻ, ജീവിതത്തിനകത്ത് വാഴാൻ കഴിയാതെ വണ്ണം നിൽക്കുന്ന എല്ലാ ഇരുട്ടുകളും മാറിപ്പോകട്ടെ. ജീവിതത്തിനകത്ത് വാഴാൻ കഴിയാതെ വണ്ണം നിൽക്കുന്ന എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. ജീവിതത്തിനകത്ത് വാഴാൻ കഴിയാതെ വണ്ണം നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Thank you Jesus, thank you Jesus, thank you Jesus. Hallelujah. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ കർത്താവും നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 41-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. Book of Isaiah chapter 41 verse 15. Book of Isaiah chapter 41 verse 15. ഇതാ, ഞാൻ നിന്നെ പുതിയതും
മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. എന്താക്കി തീർക്കുന്നു? ഇതാ ഞാൻ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. മെതിവണ്ടി, മെതിവണ്ടി, മെതിവണ്ടി. എന്തിനാ മെതിവണ്ടി ഉപയോഗിക്കുന്നത്? 2 കാര്യങ്ങൾക്കാണ് മെതിവണ്ടി അക്കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങൾക്ക് അവർ ഉപയോഗിക്കും അന്നത്തെ കാലത്ത് മെതിവണ്ടി. ചരിത്രം പഠിച്ചാൽ, ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തുള്ള കാലത്തെ പഠിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, 1 മെതിക്കാനായിട്ട്, ഒന്ന് കൊയ്യാനായിട്ട്, 2 മെതിക്കാനായിട്ട്, അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ ധാന്യവും പതിരും തമ്മിൽ വേർപെടുത്താനായിട്ട്. ഈ 3 കാര്യത്തിനാണ് മെതിവണ്ടി അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മെതിവണ്ടി എന്ന് പറയുമ്പോൾ ഇത് തടി കൊണ്ടുള്ളൊരു ഒരു വീൽ ചക്രം പോലൊരു സാധനമാണ്. എന്നാൽ ഇതിനകത്തൊരു കാര്യം ചെയ്യും. ഇതിന്റെ താഴെ, ഇതിന്റെ തടിയുടെ അറ്റത്ത് അവർ ഒരു കാര്യം ചെയ്യും. അല്ലെങ്കിൽ ഒരു സ്റ്റീലിന്റെ, ഒരു ഇരുമ്പിന്റെ പൽചക്രം പോലൊരു സാധനം കൊണ്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെ നിലത്തെ ഇളക്കാനും എല്ലാം ഇത് ഉപയോഗിക്കും. അപ്പോൾ ഹല്ലേലൂയ, ഇവിടെ പറയുന്നത് ഇതാ ഞാൻ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയത്. ഈ പല്ലെന്നുള്ള വാക്ക് വരാൻ കാരണം അതാണ്. ഈ തടി കൊണ്ടുള്ളൊരു സാധനമാണ് ഇതിനെ ഈ 2 കാര്യത്തിന്, ഒന്ന് മെതിക്കാനായിട്ട് ഉപയോഗിക്കും, 2 ഇതിനെ ഈ പതിരും ധാന്യവും തമ്മിൽ വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പം പക്ഷെ എപ്പോഴാണോ അതിൽ മൂർച്ചയേറിയതും പല്ലേറിയതുമായ പല്ല് പിടിപ്പിക്കുന്നത്, ഇത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇതിനെ കൊയ്ത്തിന് ഉപയോഗിക്കാം. 2 കാര്യത്തിനാണ് ഈ സാധനം, മെതിവണ്ടി 2 കാര്യത്തിനാണ്. പക്ഷെ ഇത് പല്ല് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് എന്തിനും കൂടെ ഉപയോഗിക്കാം? കൊയ്ത്തിനും കൂടെ ഉപയോഗിക്കാം. ഇവിടെ കർത്താവ് പറയുക, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയത് എന്ന് പറഞ്ഞാൽ, നോർമലി ഈ പ്രോഡക്റ്റിന്റെ ഉദ്ദേശം എന്താ? മെതിക്കുകയും പതിരും ധാന്യം തമ്മിൽ വേർതിരിക്കുന്ന പണിയേ ഉള്ളൂ. പക്ഷെ ഞാൻ നിനക്കൊരു എക്സ്ട്രാ പല്ല് വെച്ച് തരിക, ഞാൻ നിനക്ക് എക്സ്ട്രാ ഒരു കാലിബർ തരിക, ഞാൻ നിനക്ക് എക്സ്ട്രാ പവർ തരിക. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, കൊയ്തെടുക്കാനായിട്ട്, നിന്നെ മൂർച്ചയുള്ളതാക്കുക. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറയുകയാണ്, ഇവിടെ 3 ലെവൽ പറയുക. 1 അതാണ് ലെവൽ, അതിനാണ് മെതിവണ്ടി ഉപയോഗിച്ചത്. 1 മെതിക്കാനും 2 ധാന്യവും പതിരും തമ്മിൽ വേർതിരിക്കാനായിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഹല്ലേലൂയ പല്ല് പിടിപ്പിച്ചിട്ട് നിന്നെ കൊയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കും. എന്നാൽ ഹല്ലേലൂയ ഇവിടെ കർത്താവ് പറയുക, നിനക്ക് ഞാൻ പല്ല് പിടിപ്പിക്കുന്നത്, നിനക്ക് ഹല്ലേലൂയ നിന്നെ മൂർച്ചയുള്ളതാക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ നീ നിലം കൊയ്യാനായിട്ടല്ല, ധാന്യം കൊയ്യാനായിട്ടല്ല, നിന്നെ ഞാൻ ഹല്ലേലൂയ മെതിവണ്ടിയാക്കി തീർക്കുന്നത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ പർവ്വതത്തെ യഹോവ മാറ്റുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാനല്ല. നിനക്ക് ഞാൻ തന്ന പല്ലുപയോഗിച്ച്, നിനക്ക് ഞാൻ തന്ന അധികാരം ഉപയോഗിച്ച്, നിനക്ക് ഞാൻ തന്ന ഗ്രേസ് ഉപയോഗിച്ച് പർവ്വതങ്ങളെ മെതിച്ച് ആമേൻ അതിനെ പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യുവാനും. ഹല്ലേലൂയ. ഇതിനകത്ത് 2 കാര്യങ്ങൾ അവിടെ ഇതെല്ലാം ആ പശ്ചാത്തലത്തിനാണ്, ആ ജിയോഗ്രാഫിക്കൽ സിറ്റുവേഷനിലാണ് കർത്താവ് പറഞ്ഞത്. 1 കുന്നുകൾ എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുള്ളതാ, ചെറിയ കുന്നുകൾ, കയറി ഇറങ്ങുന്ന കുന്നുകൾ. പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിലും ഇന്നത്തെ കാലഘട്ടത്തിലും ചില രാജ്യങ്ങളുടെയും ചില സാഹചര്യയും അതിർത്തിയെ നിശ്ചയിക്കുന്നതാണ് പർവ്വതങ്ങൾ. നമ്മുടെ രാജ്യത്തിൽ ചില പർവ്വതങ്ങളുണ്ട്. ആ പർവ്വത ശിഖരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ നിശ്ചയിച്ചിട്ടുള്ള ചില സ്ഥലങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ള പർവ്വതങ്ങൾ. അപ്പൊ ഇവിടെ പറയുന്നത് കുന്നുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കയറി ഇറങ്ങാവുന്നതാണ്, ചെറുതാണ്, കയറാം ഇറങ്ങാം. അല്ലെങ്കിൽ അത് ഒരു പക്ഷേ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്നതായിരിക്കാം ചില കുന്നുകൾ. അല്ലെങ്കിൽ ഇല്ലേ, നമ്മൾ പറയാറില്ലേ, ഇവിടെ ചിലപ്പോൾ ചില സമയത്ത് ഇച്ചിരി ശക്തിയേറെ കാറ്റടിച്ച് ചില സ്ഥലത്ത് ഒരു കുന്നുമില്ലാത്ത സ്ഥലത്ത് ഒരു കുന്ന് കാണാം. അത് ഗ്രാജുവലി ഉണ്ടായി വന്നതാ കുന്നുകൾ. എന്നാൽ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ കാലഘട്ടങ്ങളായി നിൽക്കുന്നതാ. പക്ഷെ ഞാൻ നിന്നെ ആക്കി വെച്ചത് പല്ലേറിയതും പുതിയതും മൂർച്ചയുള്ളതുമായ പുതിയ വണ്ടിയാക്കി. എന്താണെന്നറിയാമോ? കാലഘട്ടങ്ങൾ കൊണ്ട് ഉണ്ടായി വന്ന ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ കണ്ടേക്കാം, പാരമ്പര്യമായ ശാപങ്ങൾ നിന്റെ ജീവിതത്തിൽ കണ്ടേക്കാം, പർവ്വതം പോലെ നിൽക്കുന്നത് കണ്ടേക്കാം. But I will make you a new sharp thrusting instrument having teeth. Hallelujah. നിന്നെ ആക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ ചില കുന്നുകളെ, രൂപപ്പെട്ടു വന്ന കുന്നുകൾ സാഹചര്യം കൊണ്ട്, ഹല്ലേലൂയ നിന്റെ തെറ്റുകൾ കൊണ്ട്, നാട്ടുകാരുടെ ഇടപെടൽ കൊണ്ട്, ചില സാഹചര്യങ്ങൾ കൊണ്ട്, ചില രോഗങ്ങൾ കൊണ്ട്, ചില ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ട് നിന്റെ ലൈഫിൽ ഉണ്ടായി വന്ന ചില കുന്നുകൾ കാണാം. എന്നാൽ പാരമ്പര്യമായിട്ട് നിൽക്കുന്ന ചില പർവ്വതങ്ങൾ കാണാം. എന്നാൽ നിന്റെ അകത്ത് അഭിഷേകം വെളിപ്പെടുമ്പോ, നിന്നെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുമോ, നീ ഇത് 2നെയും തകർക്കുന്ന ഒരു അഭിഷേകം.
Praise God, hallelujah. ഇന്ന് പകൽ എത്ര പേര് ഇത് തിരിച്ചറിയുന്നു? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് എപ്പോഴാണോ നിങ്ങൾ തിരിച്ചറിയുന്നത്, എനിക്ക് ദൈവം അഭിഷേകം തന്നത്, എനിക്ക് ഈ ബൈബിൾ തന്നത്, എനിക്ക് പുത്രനെ തന്നത് ജീവിച്ച് തീർക്കാനല്ല, ജീവിതത്തിൽ വാണ് കാണിക്കാനായിട്ടാ. Praise God, hallelujah, 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 hallelujah. Amen, hallelujah, amen, hallelujah. There may be challenge in your life, there may be, hallelujah, amen, lack in your life, hallelujah, but you are, you need to know one important thing, hallelujah. You are already equipped to overcome your suffering, overcome your challenges, overcome your issues, hallelujah. നിങ്ങളെ അതിനു വേണ്ടി കർത്താവ് എക്വിപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. Amen. Hallelujah, 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 hallelujah. കർത്താവ് ഇതാ ഞാൻ പുതിയത്, നിന്നെ പുതിയത് മൂർച്ചയുള്ളത് പല്ലേറിയതുമായി മെതിവണ്ടിയാക്കി തീർക്കുക. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കാൻ ഒത്തിരി നല്ലത്. ഹല്ലേലൂയ. വായിക്കാം. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. Colossians chapter 1 verse 27. Colossians chapter 1 verse 27. Colossians ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന് മഹിമാദനം എന്തെന്നറിയിപ്പാൻ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ പറയുന്നൊരു കാര്യം, ഹല്ലേലൂയ, ഇവിടെ പറയാൻ ഒരു കാര്യമുണ്ട്, ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ. ക്രൈസ്റ്റ് ഈസ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. Christ is in you the hope of glory. Christ is in you the hope of glory. ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയോടെ നിന്റെ അകത്തിരിപ്പുണ്ട്. ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയോടെ നിന്റെ അകത്തിരിപ്പുണ്ട്. ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയോടെ നിന്റെ അകത്തിരിപ്പുണ്ട്. കാരണം ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് നിന്റെ അകത്തിരിപ്പുണ്ട്. Christ is in you the hope of glory. Hallelujah. Christ is in you the hope of glory. ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് നിന്റെ അകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ചെയ്യുന്ന ഒറ്റ പണി എന്നാന്നറിയാമോ? അവനെ പ്രസംഗിക്കും. 28-ാം വാക്യം. അവനെ അറിയിക്കും. ഹല്ലേലൂയ. ആരെ അറിയിക്കുന്നത്? ഇവരറിയുന്നില്ല. ഇവരുടെ അകത്ത് ക്രിസ്തു ഇരിക്കുന്നവർക്ക് അറിയത്തില്ല. ഇവർ വിചാരിക്കുന്ന ജീവിതം കഴിഞ്ഞു. ഇവർ വിചാരിക്കുന്നത് ഞാൻ രോഗിയായി. ഇവർ വിചാരിക്കുന്നത് ഇനി കടം മാറത്തില്ല. ഇവർ ഇനി ജോലി കിട്ടത്തില്ല. ഹല്ലേലൂയ. ഒരു കാര്യം അവരോട് പറയാനുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് ക്രിസ്തു നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. പ്രത്യാശയില്ലാത്ത നിങ്ങളോട് പറയാനൊരു ദൂതുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് ക്രിസ്തു നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്നറിയോ? അവനെ ഞങ്ങൾ അറിയിക്കുക. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് 2 കാര്യം വെളിപ്പെടുത്താനായിട്ടാ. ഒന്ന് പിതാവാരാണെന്ന് വെളിപ്പെടുത്താൻ, 2 പുത്രനാരാണെന്ന് വെളിപ്പെടുത്താൻ. ഹല്ലേലൂയ. യേശു ഭൂമിയിലേക്ക് വന്നിട്ട് ദൈവത്തെ കുറിച്ച് പറഞ്ഞു, ദൈവം നിന്റെ പിതാവ്. ഹല്ലേലൂയ. അടുത്ത് നമ്മളോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. ഇത് നമുക്ക് എന്തു പറ്റി? അറിയാതെ പോയി. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 5:13 ഇതാ പറയുന്നത്, എന്റെ ജനം അറിവില്ലായ്മ നിമിത്തം പ്രവാസത്തിലേക്ക് പോകുന്നു. ഹല്ലേലൂയ. എന്റെ ജനം അറിവില്ലായ്മ കൊണ്ട് പ്രവാസത്തിലേക്ക് പോകുന്നു. ഞങ്ങളുടെ പണി എന്നാന്നറിയാമോ? അവനെ അറിയിക്കുക. whom we preach, warning every man and teaching every man in all wisdom, that we may present every man perfect in Christ Jesus. Hallelujah. നിങ്ങളെ ഒരു വിദ്യാർത്ഥിയായിട്ട് കണ്ടാൽ നിങ്ങൾ ലിമിറ്റഡ് ആകും. നിങ്ങളെ തന്നെ ഹല്ലേലൂയ ഒരു അമ്മയായിട്ടോ ഒരു അപ്പനായിട്ടോ ഹല്ലേലൂയ ഒരു സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കൊത്ത് നിങ്ങളെ കണ്ടാൽ നിങ്ങൾ ഹല്ലേലൂയ ലിമിറ്റഡ് ആയി പോകും. എന്നാൽ എപ്പോഴാണോ നിങ്ങളെ തന്നെ ക്രിസ്തുവിൽ നിങ്ങളെ അറിയുന്നത്, നോ, ഹല്ലേലൂയ, I am not limited because of my situation. I am not limited because of my hallelujah challenges. I am unlimited because Christ is in me the hope of glory. Christ is in me the hope of glory. Christ is in me the hope of glory, who made me perfect in everything, who made me strong in everything, hallelujah, who made me perfect in everything, who made me complete in everything. Hallelujah.
ആമേൻ. ഹല്ലേലൂയ. മനുഷ്യനായിരുന്ന എൻ്റെ അകത്ത്, വീണ് കിടന്ന എൻ്റെ അകത്ത്, തകർന്നു കിടന്ന എൻ്റെ അകത്ത്, ഒരു പ്രയോജനമില്ലാതിരുന്ന എൻ്റെ അടുത്ത്, ഹല്ലേലൂയ, ആമേൻ, എൻ്റെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനസ്സോടെ, കർത്താവിന് നമ്മുടെ മനസ്സോടെ ചെയ്യുവിൻ, അവകാശം എന്ന പ്രതിഫലം എൻ്റെ ദൈവം തരും. Hallelujah. When you do something with a heartful, hallelujah, attitude, and then God will give you not the reward, but He gave His inheritance. Hallelujah. അവൻ നിങ്ങൾക്ക് ശമ്പളം തരുന്നവനല്ല, അവകാശം എന്ന പ്രതിഫലം തരും. എന്ത് തരും? ശമ്പളമല്ല തരുന്നത്, അവകാശം എന്ന പ്രതിഫലം തരും. ഹല്ലേലൂയ. ആമേൻ. അവകാശം എന്ന പ്രതിഫലം. ശമ്പളം ചെയ്യുന്ന ജോലിക്ക് തക്കവണ്ണം കിട്ടുന്നത്, അവകാശം അപ്പന്റെ ധനത്തിനൊത്തവണ്ണം കിട്ടുന്നത്. My calling is not for wages, my calling is for the share of my father. Hallelujah. My calling is to inherit blessings whatever my father have. Hallelujah. എന്റെ യേശുവിന് father, എന്റെ അപ്പൻ എന്തുണ്ടോ അത് അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവനെ ഞാൻ. ഇന്ന് പകൽ ഞാൻ പറയാം, നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും താറുമാറായി കടന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, ഇന്ന് എന്റെ കർത്താവ് പറയുക, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. എന്താണെന്നറിയാമോ? നിന്നെ പുതിയത്, മൂർച്ചയേറിയത്, പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുക. ചില കുന്നുകളെ തകർത്ത് കളയാൻ, ചില പർവ്വതങ്ങളെ പൊടിച്ചു കളയാൻ നിന്റെ ജീവിതത്തിനകത്ത് ഇന്നുവരെയും ആമേൻ, ഹല്ലേലൂയ, സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടായി വന്ന ചില കുന്നുകളുടെ മുമ്പിൽ നീ നിലവിളിച്ചുകൊണ്ട് നിന്നെങ്കിൽ, ചില പർവ്വതങ്ങളെ കണ്ടിട്ട് ഓ തീർന്നു എന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് പകൽ എന്റെ ദൈവം പറയാ, I am equip you to overcome all your challenges. യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിന് എത്ര വലിയ വെല്ലുവിളികളുടെ മുമ്പിൽ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, തിരിച്ചറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. I am perfect in Christ. I am perfect in Christ. I am strong in Christ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, let the weak say I am strong, let the poor say I am rich. ബലഹീനൻ തന്നെത്താൻ പറയട്ടെ, I am, hallelujah, ഞാൻ ബലവാനാ. ബലഹീനൻ തന്നെ പറയട്ടെ, I am strong. ഹല്ലേലൂയ. ബലഹീനൻ തന്നോട് തന്നെ പറയട്ടെ, ഞാൻ ശക്തനാ. സാഹചര്യത്തിൽ വെല്ലുവിളികളുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എനിക്ക് സാഹചര്യങ്ങളുണ്ട്, വെല്ലുവിളികൾ എന്റെ മുമ്പിലുണ്ട്, പ്രതിസന്ധികൾ എന്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. പക്ഷെ എനിക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. വെല്ലുവിളികളുടെ നടുവില്, ആ പ്രതിസന്ധികളുടെ നടുവില് എന്റെ അകത്ത് ഒരുവൻ ഇരിപ്പുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട്. അവൻ ഉറങ്ങിക്കിടക്കയില്ല. He's always active. Hallelujah. യോസഫിന്റെ അകത്ത് ഒരു രാജത്വം ഇരിപ്പുണ്ട്. He's always active. Hallelujah. 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 അവിടെ hallelujah. കാരാഗൃഹത്തിൽ കിടന്നപ്പോ, അടിമത്വത്തിൽ കിടന്നപ്പോ, ഹല്ലേലൂയ, പോത്തിഫർ വിചാരിച്ച പോലായിരുന്നു യോസഫിന്റെ ജീവിതം. പോത്തിഫർ പറയുക, ഇപ്പൊ കിടക്കാൻ പറഞ്ഞാൽ അപ്പൊ കിടക്കണം. പോത്തിഫർ പറയുക, ഇപ്പൊ ജോലി ചെയ്യണം. പോത്തിഫർ പറയുക, ഇപ്പോ ഇന്ന സ്ഥലത്ത് പോയി സാധനം മേടിക്കണം, ചെയ്തേ പറ്റൂ. പോത്തിഫർ, യോസഫ് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ഹിസ് മാസ്റ്റർ. അടുത്ത് പ്രിസണിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അവന്റെ മാസ്റ്റർ അല്ല, പ്രിസണിലെ ഹല്ലേലൂയ, ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളാ തീരുമാനിക്കുന്നത് യോസഫ് എന്ത് കാര്യം ചെയ്യണം. എന്നാൽ ഹല്ലേലൂയ, യോസഫ് ഹല്ലേലൂയ, ഫറവോന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്ക്രീം ചെയ്ത് പറഞ്ഞു, ഇതുവരെയും വല്ലോരും നിശ്ചയിക്കുന്ന പോലെ ഞാൻ ജീവിച്ചേ, പക്ഷെ ഇനി ഞാൻ പറയുന്ന പോലെ മിസ്രൈമിലെ കാര്യം നടക്കും. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് പറയാ, നിങ്ങളുടെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, ഇതുവരെയും മനുഷ്യർ നിങ്ങളെ നിയന്ത്രിച്ച്, മനുഷ്യരുടെ കരം, മനുഷ്യരുടെ വാക്ക്, മനുഷ്യരുടെ അപ്രിസിയേഷൻ, മനുഷ്യരുടെ ക്രിറ്റിസിസം നിങ്ങളെ കൺട്രോൾ ചെയ്തെങ്കിലും, this is a night not to continue with that. ഇപ്പോ ഇത് അതിനകത്ത് നിങ്ങൾ തുടർന്നു പോകാനുള്ള വിളിയല്ല, അതിന്റെ സമയമല്ലത്. ഇന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഇത് ദൈവം എന്നെ ആക്കി വെച്ച പദവിയിൽ ഞാൻ എക്സസൈസ് ചെയ്യുന്ന, അതിനകത്ത് ഞാൻ എഴുന്നേൽക്കുന്ന സീസണായത്, അതിനകത്ത് കാര്യങ്ങൾ കാണുന്ന ഒരു കാലഘട്ടമാ. ഇതുവരെ ഞാൻ അടിമയായിരുന്നെങ്കിൽ, ഇതുവരെയും ചിലതിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായിരുന്നെങ്കിൽ,
ഞാൻ ജീവിക്കാൻ വേണ്ടി വന്നവനല്ല, ഞാൻ വാഴാൻ വേണ്ടി വന്നവനാ. ഞാൻ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല, ഞാൻ സാഹചര്യങ്ങളിൽ വാഴാനായിട്ട് വിളിക്കപ്പെട്ടവനാ. ഇന്ന് പകൽ എത്ര പേർക്ക് ഇത് തിരിച്ചറിവുണ്ട്? ഇന്ന് പകൽ നിന്റെ സാഹചര്യങ്ങൾ ഓർത്ത് കരയാനല്ല, ആ സാഹചര്യങ്ങൾ ഓർത്ത് പഴിക്കാനല്ല, ആ സാഹചര്യങ്ങൾ ഓർത്ത് നിന്നെ തന്നെ ഹാലലുയ ഡിപ്രസ്ഡ് ആക്കി ഇടാനല്ല. അവിടെ ഇരുന്നുകൊണ്ട് പറയണം ഹാലലുയ, അവിടെ ഇരുന്ന് സാഹചര്യങ്ങൾ നോക്കി പറയണം ഹാലലുയ, എന്റെ അകത്തിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എന്റെ പ്രതികൂലത്തെക്കാൾ എന്റെ അകത്തിരിക്കുന്ന അഭിഷേകം വലുതാ. എന്റെ വിഷയത്തെക്കാൾ എന്റെ അഭിഷേകം വലുതാ. ആമേൻ. എന്റെ സാഹചര്യങ്ങളെക്കാൾ എന്റെ അകത്തിരിക്കുന്ന അഭിഷേകം വലുതാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലത് തിരിച്ചറിയുമ്പോൾ ഹല്ലേലൂയ. ആമേൻ. വചനം ഇങ്ങനെ പറയുന്നത് ഹല്ലേലൂയ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഭോഷത്വമായതിന്, ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായതിന് ദൈവം തെരഞ്ഞെടുത്തുവെങ്കിൽ ഇന്ന് പകൽ എന്റെ കർത്താവ് ഈ ഒരൊറ്റ തിരിച്ചറിവിനകത്തൂടെ കാര്യങ്ങൾ മാറി മറിയൂ. ആമേൻ. കാര്യങ്ങൾ മാറി മറിയൂ, കാര്യങ്ങൾ മാറി മറിയൂ. ഇതുവരെ നീ ആയിരുന്ന പോലെ അല്ല നിന്റെ ജീവിതം. അത് ഒറ്റ കാര്യമേ ഉള്ളൂ, അറിയുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിനകത്ത് പരാജയത്തിന്റെ പടുകുടി കിടന്ന് തീരാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മള്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഹല്ലേലൂയ, നിങ്ങളോട് തന്നെ പറയണം, ഈ ജോലി സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യാനുള്ളവനല്ല, ഈ ജോലി സ്ഥലത്ത് ഞാൻ വാഴാനുള്ളവനാണ്. ഈ ബിസിനസ്സിനകത്ത് ബിസിനസ് ചെയ്യാനുള്ളവനല്ല, ഈ ബിസിനസ്സിനെ വാഴാനുള്ളവനാണ്. ഈ കുടുംബത്തിനകത്ത് ഞാൻ ജീവിക്കാനുള്ളവനല്ല, ഈ കുടുംബത്തെ വാഴാനുള്ളവനാണ്. ഈ രാജ്യത്ത്, ഈ ദേശത്ത് ഹല്ലേലൂയ സാഹചര്യങ്ങൾ, ആമേൻ, അവസ്ഥകൾ, എന്റെ ചുറ്റുപാടുകൾ, എന്റെ അവസ്ഥകളെല്ലാം എന്നെ ഞെരുക്കുകയാ, എന്നെ തകർക്കുകയാ, എന്നെ ഭാരപ്പെടുത്തുകയാ. പക്ഷെ എന്നെ ഭാരപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, എന്നെ ഞെരുക്കുന്ന സാഹചര്യങ്ങൾ, എന്നെ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, എന്നെ വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, എന്നെ മുറിപ്പെടുത്തിയ സാഹചര്യങ്ങൾ, അതിനെ വാഴാൻ വിളിയുള്ളവനാണ്. അതിനെ വാഴാൻ വിളിയുള്ളവനാണ് ഞാൻ. അതിനെ വാഴാൻ വിളിയുള്ളവനാ ഞാൻ. അതിനെ വാഴാൻ വിളിയുള്ളവനാ ഞാൻ. അതിനെ വാഴാൻ വിളിയുള്ളവനാ ഞാൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് നമ്മൾ കൈവിടപ്പെട്ടതുപോലെ ആകുമ്പോൾ നമ്മൾ ഓർക്കും കഴിഞ്ഞു എന്ന്. അല്ല, ആമേൻ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് പോകുമ്പം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു അതിന് ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ജീവിതത്തിലില്ല. പക്ഷേ എപ്പോഴാണ് നിങ്ങൾ ചലഞ്ചിൽ കൂടെ പോകുന്നത്, അപ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്ന പ്രതികരണമില്ലേ, അതിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ഉള്ളത്. എസ്തറിനെ അന്യദേശത്ത് കൊണ്ടുവന്നു. എന്തിനാണെന്നറിയോ? അവിടെയാണ് അവളുടെ വാഴ്ചയുടെ സ്ഥലം. യോസഫിനെ അന്യദേശത്ത് കൊണ്ടുവന്നു. അവിടെയാണ് അവന്റെ വാഴ്ചയുടെ സ്ഥലം. ആമേൻ. ഞാൻ പറയട്ടെ, ചില സ്ഥലത്ത് ആമേൻ ഹല്ലേലൂയ എടുത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച പോലെ ആമേൻ ഒറ്റപ്പടിയിൽ എന്ന് പറയുന്നത് ബലഹീനർക്ക് വീക്ക്നെസ് ആണ്. ഹല്ലേലൂയ. എന്നാൽ ഒറ്റപ്പടിയിൽ ആമേൻ ബലവാന്മാർക്ക് ശക്തിയാ, സ്ട്രെങ്ത്. എന്താ കാര്യം എന്നറിയാം? ആമേൻ. അവൻ ശക്തനായ ഒരുവനെ കണ്ടെത്തി അവനെ മുറുകെ പിടിക്കാൻ സാധിച്ചു. ജീവിതം മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് ഹല്ലേലൂയ എന്തിനല്ല, ജീവിക്കാനല്ല, സാഹചര്യങ്ങളെ വാഴാനായിട്ടാണ്. ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് ജീവിച്ചു തീർക്കാനല്ല, വാഴാനായിട്ടാണ്. ജീവിക്കുമ്പോൾ ഐ എം ഇൻഫ്ലുവൻസ്ഡ് ബൈ എവറിഥിങ്, ബട്ട് വെൻ ഐ സ്റ്റാർട്ട് ടു റെയിൻ ഓവർ, then everything will be influenced by me. Amen. Hallelujah. ഞാൻ ജീവിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും എന്നെ നിയന്ത്രിക്കും. പക്ഷെ ഞാൻ വാഴുമ്പോൾ എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളെല്ലാം ഞാൻ നിയന്ത്രിക്കും. Hallelujah. Hallelujah. നമുക്കെല്ലാവർക്കും കർത്താവിന്റെ സ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. Praise God. Hallelujah. Praise God. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. 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 Amen. Hallelujah. Jesus, 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 Jesus. Thank you, Holy Spirit. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യാമോ? എല്ലാവരും ഒന്ന് ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ശബ്ദം ഉയർത്തി, എല്ലാവരും ഒന്ന് ശബ്ദം ഉയർത്തി, ഇച്ചിരി ശബ്ദം കേൾക്കത്തക്ക രീതിയിലൊന്ന് സ്തോത്രം ചെയ്യാം, ഒന്ന് പ്രാർത്ഥിക്കാം. ആരും വേറെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കാതെ, കുഞ്ഞുങ്ങള്, ജീവിതം, ചുറ്റുപാട്, അടുത്ത് കസേര, ചെയർ, AC, എല്ലാ ശ്രദ്ധയും ഒന്ന് മാറ്റിയിട്ട് പ്ലീസ് open your mouth and pray. Praise to the Lord. എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ചില നിമിഷങ്ങൾ ഒന്ന് സ്തോത്രം ചെയ്ത്, കർത്താവ് എൻ്റെ അകത്ത് പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്, എൻ്റെ അകത്തിട്ടിരിക്കുന്ന വിളിക്ക്, എൻ്റെ അകത്തിരിക്കുന്ന അധികാരത്തിന് Thank you, Holy Spirit. 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 Thank you, Father God. We praise you. I praise you. I praise you. I praise you. I praise you, Lord.
Rubana hatura bala ribana bashandara hatula ribana badalaraba ribana budalaraba shakalabe യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ വലിയ ശക്തി, വിടുവിക്കുന്നതിന്റെ വലിയ ശക്തി, ബലത്തിന്റെ വലിയ ശക്തി, എഴുന്നേൽപ്പിക്കുന്ന വലിയ ശക്തി ഇന്ന് പകൽ ഹല്ലേലൂയ ആമേൻ ഇവിടെ വെളിപ്പെടട്ടെ, ഇവിടെ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. അവസ്ഥകളെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അവസ്ഥകളെ മാറ്റിമറിക്കുന്ന ദൈവ സാന്നിധ്യം ഇതിന്റെ നടുവിൽ ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. സാഹചര്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നതിൽ നിന്ന് മാറി സാഹചര്യങ്ങളെ സ്വാധീനിക്കുന്ന ഒരു അഭിഷേകത്തോടെ, ഒരു അധികാരത്തോടെ എഴുന്നേൽപ്പാൻ in the mighty name of Jesus, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്തിന്റെയൊക്കെ ആമേൻ ഹല്ലേലൂയ അടിമത്തത്തിൽ കിടക്കുന്നു, അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തിന് മേൽ ഇപ്പൊ തന്നെ ഫ്രീഡം ഉണ്ടാകട്ടെ. ദുഃഖത്തിന്റെ അടിസ്ഥാനത്തിൽ ആമേൻ, രോഗത്തിന്റെ അടിമത്തത്തിൽ, ശാപത്തിന്റെ അടിമത്തത്തിൽ, ദാരിദ്ര്യത്തിന്റെ അടിമത്തത്തിൽ, ആമേൻ ഹല്ലേലൂയ ആമേൻ, നശിക്കുന്നതിന്റെ അടിമത്തത്തിൽ, കുറഞ്ഞു പോകുന്നതിന്റെ അടിമത്തത്തിൽ, പ്രതികൂലത്തിന്റെ അടിമത്തത്തിൽ, ശാപത്തിന്റെ അടിമത്തത്തിൽ, പരാജയത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവരെ ഇന്ന് പകൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആക്കുന്ന, യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആക്കുന്ന, യേശുവിന്റെ നാമത്തിൽ ഒരു ഫ്രീ ആക്കുന്ന, യേശുവിന്റെ നാമത്തിൽ in the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ ആമേൻ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ജനം വിടുവിക്കപ്പെടട്ടെ, ശാപത്തിൽ നിന്ന് പുറത്തു വരട്ടെ, നിരാശകളിൽ നിന്ന് പുറത്തു വരട്ടെ, തോൽവിയിൽ നിന്ന് പുറത്തു വരട്ടെ, ഭയത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ആമേൻ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഭീതിയിൽ നിന്ന് പുറത്തു വരട്ടെ, ഉത്കണ്ഠയിൽ നിന്ന് പുറത്തു വരട്ടെ, ആങ്സൈറ്റിയിൽ നിന്ന് പുറത്തു വരട്ടെ, ആങ്സൈറ്റിയിൽ നിന്ന് പുറത്തു വരട്ടെ, ആമേൻ, പോവർട്ടിയിൽ നിന്ന് പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. in the name of Jesus, in the name of Jesus, in the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഇതിനകത്ത് നിൽക്കുന്ന ഓരോരുത്തരുടെ മേലും, ഇതിനകത്ത് നിൽക്കുന്ന ഓരോരുത്തരുടെ മേലും, ഇതിനകത്ത് നിൽക്കുന്ന ഓരോരുത്തരുടെ മേലും ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഒഴുകട്ടെ കർത്താവേ. ആമേൻ. ചില നുഖങ്ങൾ ചില നുഖങ്ങൾ അവരുടെ ചുമലിൽ നിന്ന് മാറിപ്പോട്ടെ. ചില നുഖങ്ങൾ അവരുടെ ചുമലിൽ നിന്ന് മാറിപ്പോകട്ടെ. ചില നുഖങ്ങൾ അവരുടെ ചുമലിൽ നിന്ന് മാറിപ്പോകട്ടെ. അഭിഷേകത്താൽ ആമേൻ ഹല്ലേലൂയ ആമേൻ. അഭിഷേകത്താൽ നുഖം തകരട്ടെ, അഭിഷേകത്താൽ നുഖം തകരട്ടെ, അഭിഷേകത്താൽ നുഖം തകരട്ടെ, അഭിഷേകത്താൽ തിരിച്ചറിവിനാൽ നുഖം തകരട്ടെ. In the name of Jesus, name of Jesus, name of Jesus. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്താൽ ശാപത്തിന്റെ നുഖങ്ങൾ തകരട്ടെ, ശാപത്തിന്റെ നുഖങ്ങൾ തകരട്ടെ, പരാജയത്തിന്റെ നുഖങ്ങൾ തകരട്ടെ, അടിമത്തത്തിന്റെ നുഖങ്ങൾ തകരട്ടെ. ഓ, പ്രതികൂലങ്ങളുടെ വെല്ലുവിളികളുടെ നുഖങ്ങൾ തകരട്ടെ യേശുവിന്റെ നാമത്തിൽ. രോഗത്തിന്റെ നുഖങ്ങൾ തകരട്ടെ, രോഗത്തിന്റെ നുഖങ്ങൾ തകരട്ടെ, ദാരിദ്ര്യത്തിന്റെ നുഖങ്ങൾ തകരട്ടെ, ആമേൻ. മെന്റൽ സ്ട്രെസിന്റെ നുഖങ്ങൾ തകരട്ടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. Raka raha tore beker randa la boshege dalantuna bashage dere randa la hatul brakatana shandel dere randu la bashekel tira handerebe യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്താൽ ചില നുഖങ്ങൾ പൊടിയുന്നു, ചില നുഖങ്ങൾ പൊട്ടുന്നു, ചില നുഖങ്ങൾ പൊട്ടുന്നു. അഭിഷേകത്താൽ ചില നുഖങ്ങൾ പൊട്ടുന്നു, അഭിഷേകത്താൽ ചില നുഖങ്ങൾ പൊട്ടുന്നു, അഭിഷേകത്താൽ ചില നുഖങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ശാപങ്ങൾ പൊട്ടട്ടെ, ദാരിദ്ര്യങ്ങൾ പൊട്ടട്ടെ, ഭിന്നതകൾ പൊട്ടട്ടെ. in the name of Jesus. ആമേൻ. അധികാരത്തോടെ വാഴുന്ന ചില അധികാര ശക്തികൾ, ആമേൻ, illegal manipulations, illegal covering, illegal power, amen, I break it in the name of Jesus. Jesus. Rabola hata rabo shenterete ranta labo shentene bedere favor odigate, power odigate, adhigaram odigate, amen, hallelujah. Great honor odigate, great honor odigate, great honor odigate. ഉന്നതമായ പദവികൾ, ഉന്നതമായ അധികാരങ്ങൾ, ഉന്നതമായ ഫേവറുകൾ ആർക്കും ലഭിക്കാത്ത, ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ചില പ്രത്യേക ഫേവറുകൾ ജനത്തിന്റെ മേൽ ഒഴുകട്ടെ, ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ. in the name of Jesus. In the name of Jesus. Shanta rabula bara katala ribana bara. Ridal bona katal rulava la shanta rakal bribi.
Randuli bene hada kalbura kala ka shandra halbre keder riba na hatu brika na gashandre ketelere riba na dule be ribi shandana hatolebe. ആമേൻ. ഇതുവരെ ആമേൻ ഹല്ലേലൂയ പതുങ്ങി കിടന്ന ചിലത്, ഇതുവരെ പതുക്കെ ഇഴഞ്ഞഴന്ന് നീങ്ങിയ ചിലത്, ആമേൻ അതിന്റെ വേഗത കൂടട്ടെ, അതിന്റെ വേഗതകൾ കൂടട്ടെ. ദൈവ പ്രവൃത്തിക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ആധിപത്യങ്ങളും തകരട്ടെ. മനസ്സിന്റെ സമാധാനത്തിനെതിരെ, ധൈര്യത്തിനെതിരെ, അഭിഷേകത്തിനെതിരെ, ദർശനത്തിനെതിരെ, കൃപയ്ക്കെതിരെ നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ആധിപത്യങ്ങളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് നിർവീര്യമാകട്ടെ. Jesus. In the name of Jesus. Jesus. Hallelujah. 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 Thank you, Jesus. Thank you, Holy Spirit. Yes, we receive in the name of Jesus. കർത്താവിലേക്ക് നോക്കുമ്പോൾ ഇന്ന് പകൽ അകത്ത് നല്ല ബോധ്യത്തോടെ അകത്ത് നല്ല സന്തോഷത്തോടെ ഇവിടെ എല്ലാ പ്രതികൂലങ്ങളും മറന്നുകൊണ്ട്, എല്ലാ ഭാരത്തെയും മറന്നിട്ട് ഇന്ന് ധൈര്യത്തോടെ ഞാൻ ജീവിക്കാനായിട്ടല്ല ഈ ഭൂമി നിൽക്കുന്നത്, വാഴാനായിട്ടാ. ഇല്ല. ആമേൻ. ഇതുവരെ ആമേൻ പോത്തിഫറിന്റെ വീട്ടിനകത്ത് ഞെരുങ്ങി, സ്വന്തം വീട്ടിൽ യാക്കോബിന്റെ വീട്ടിൽ പോലും ഞെരുങ്ങി. കാരണം സഹോദരന്മാര് അനങ്ങാൻ സമ്മതിക്കത്തില്ല. കാരാഗ്രഹത്തിനകത്ത് ഞെരുങ്ങി. യോസഫ് പറയാ, എന്റെ സീസൺ മാറി. ഞാൻ കണ്ട ദർശനം ഉറക്കമില്ലാത്തപ്പോ കണ്ട സ്വപ്നമല്ലത്. അവന് ശരീരം ക്ഷീണിച്ച് കടന്നപ്പോ ഞാൻ കണ്ട സ്വപ്നമല്ലത്. അതെന്നോട് ദൈവം ഇടപെടിയില്ല. അതെന്നോടുള്ള പ്രോഫസി, അതെന്നോടുള്ള ദൂത.